സോ ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ ഹാക്കത്തോണിൻ്റെ പേരെന്തായിരുന്നു? കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇമ്പാക്ടോൺ ആണ്. ഇതിൽ ഇപ്പം ഇതാരാ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി പോലും. ഇത് ഹവാന ഉണ്ടാക്കിയ കോഫിയാണ്. ബ്രോ ലുക്ക് അറ്റ് ദിസ്. ഇതൊന്ന് കറുത്ത വെള്ളമോ, അതിൽ കുറേ നരിയും പതയൊക്കെ ഉണ്ട്. ദിസ് ഈസ് ദേവിക. ദേവിക പോലെ ഇത് ദേവിക പെയിൻറ് ചെയ്ത പിക്ചേഴ്സാണ്. So guys, this is going to be a 24-hour hackathon. So we have came prepared. Like look at this coffee prepared by Havana. ഇവിടെ ദേവിക ബി കുക്കിങ്ങിലാണ്. കുക്കിംഗ് വിത്ത് someone. ചേട്ടാ നോക്കും son. കോഫിയല്ല, മറ്റേ സാധനം. ഇത് ചിലപ്പോ എന്താണ് സാധനം? ഹവാന വീട്ടിൽ നിന്ന് സ്വന്തമായി മാറ്റിയെടുത്ത ആരൊക്കെ അവിടെ ഉണ്ട് കൈസ്. അറിയത്തില്ല, ഉറക്കം വരുമ്പോ കുറിച്ച് അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ലിഫ്റ്റ് കയറാൻ പോകുകയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലിഫ്റ്റ്. ടൈംസൺ തുറക്കുമോ? അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീദീ പ്രദീപിൻ്റെ ഗാനങ്ങളാണ്. ഹവാന അവിടെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇത് ഇതിലൊരു യൂട്യൂബില് എന്താ കാണാ കാണൂ നോക്കി ഇതാ എന്ന് വിചാരിച്ചു. ഗൈസ് ഞങ്ങൾ റഫ്സൽ ഖാൻ്റെ കൂടെ വി മെയ്ഡ് എ കോഫി ഗൈസ്. അത് കഴിഞ്ഞ് ഏതാണ് ചൂട്? ഗൈസ് ഞങ്ങൾ 12 മണി വരെ സർവൈവ് ചെയ്തു ഗൈസ്. ഓ ബിസ്ക്കറ്റ്. ഹവാൻ ഇവിടെ കോഫി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതേതാ അച്ചു, നിങ്ങൾ എന്താ ഉണ്ടാക്കിയ? കാണിക്ക് നീ തുറക്ക്. വീടുണ്ടായ ലോകിനെടുത്തു. നമ്മൾ സ്കിൽ എക്സ്ചേഞ്ച് അത് വർക്കിങ്ങിലാണ്. ഹായ് ബ്രോ. ഹായ്. നിങ്ങൾ എന്ത് ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്? സോറി പറ. ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ. ഇറ്റ്സ് ടൈം എത്ര? ടൈം കാണിക്കും. ടൈം എങ്ങനെയെങ്കിലും കാണിക്കും. 2:18. ഇപ്പോൾ സമയം 2:18. ഇവിടെ ഞങ്ങളുടെ കൂടെ ജുഹൈലുണ്ട് ആൻഡ് മിസ്റ്റർ റഫ്സലുണ്ട്. നിങ്ങളിപ്പോൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത്? വെള്ളം അടുത്തായി നമ്മുടെ ബാക്ക് എൻഡ് ഡെവലപ്പർ. ഹായ് 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 ഹായ്. ബാക്ക് എൻഡിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ? ബാക്ക് എൻഡിൽ കോപ്പൈലറ്റ് എന്തൊക്കെ ചെയ്യുന്നു. ഇതാരാ? ഇത് വേറെ പൈലറ്റ്.
ഉറക്കമില്ലാതെ നടിച്ചു നിൽക്കുന്ന ഹവന എ. എന്നെ ഉറങ്ങാൻ വിട്ടാ നീ? അടാ അങ്ങനൊന്നും ഉറങ്ങരുതേ. ഉറങ്ങുമ്പോ വരെ എസ്തെറ്റിക് ആയിട്ട് ഉറങ്ങുന്ന ശ്രീദീപ് പ്രദീപ്. Oh my God. പക്ഷെ ദേവിക വി സീനാണ്. ബിസ്ക്കറ്റിനോട് പ്രതികാരം തീർക്കുന്ന ഹവാന എ. ബിൽഡ് ചെയ്തതിനിടക്കും ഗെയിം കളിക്കുന്ന സഹൽ എം. നമുക്ക് ഒപ്പരം ചെയ്യാൻ മൾട്ടി ടാസ്ക്. ഹായ് സമയത്രേ നിങ്ങള് ബിൽഡ് ചെയ്തിട്ട് എന്തായി? പിന്നെ ഇതിന്റെ മുക്കാലും കഴിഞ്ഞു. 3 കാല് കഴിഞ്ഞ്. താങ്കളതോ? എടാ ഇതെന്താ എന്തോ കണ്ടുപിടിച്ചു. അച്ചു എന്തോ നേരെ മലയാളം ഇന്റർനാഷണൽ. And another thing point is how does the last wholesaler get some transport for these matches. First of all, last wholesaler already hospital management system. So basically പറഞ്ഞാല് ഒരു hospital management നമ്മളിപ്പം ഈ SDG 3 7 പ്രകാരം നമ്മൾ സസ്റ്റൈനബിൾ അതായത് ഹെൽത്ത് സെക്ടർ പറയുമ്പോൾ നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമുക്കിപ്പം പബ്ലിക് ഹോസ്പിറ്റൽസ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ ഈ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ ഈ പബ്ലിക് ഹോസ്പിറ്റൽസിന് ഇതേപോലത്തെ ആപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ പബ്ലിക്കിന് എങ്ങനെ ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഹെൽത്ത് സെക്ടറിന് എങ്ങനെ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം, പബ്ലിക്കിന് കുറച്ചും കൂടെ എങ്ങനെ ഹെൽപ്ഫുൾ ആകാം, ആ ഒരു തരത്തിലാണ് നമ്മൾ ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഇപ്പൊ നമ്മൾ ഇനീഷ്യലി ഒരു വെബ്സൈറ്റാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനൊരു അഡ്മിൻ പേജ് ഉണ്ട്, ഒരു പേഷ്യൻ സെറ്റിംഗ്. നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ എന്തായാലും ഫോർ എക്സാമ്പിൾ ഒരു ഹെർട്ട് പേഷ്യൻ്റ് ആണ്, നമ്മൾ ആദ്യം കൺസൾട്ടിങ്ങിന് പോയ ശേഷം പിന്നെ അവർ പറയും ഒരു
ലാബ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഓരോ കൺസൾട്ടേഷൻസ് ആ ഒരു രീതിക്കേക്ക് മാറും. ലൈക്ക് ആ ഒരു അങ്ങനെ അവർ ഏതൊക്കെ തരത്തിലൊരു കൺസൾട്ടേഷൻ പറയും. അപ്പോൾ ഓരോ കൺസൾട്ടേഷൻസിനും അവർ ലാബ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് ഡിജിറ്റൽ ആക്കുന്ന സമയത്ത് നമുക്കിപ്പം ഒരു ലാബ് എടുത്തിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ ചേഞ്ച് ചെയ്യും പറയുന്നത് നമ്മുടെ ആ ഒരു ഡാറ്റാസ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം ഡാറ്റാസ് ഇപ്പം പേപ്പറിലാണെങ്കിൽ നമുക്ക് ആ ഡാറ്റാസ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും ഒരു റിപ്പോർട്ട് എടുക്കേണ്ടി വരും. സോ ആ ഒരു തരത്തിൽ നമ്മൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവിടെ നമുക്ക് കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റൈസിങ് അവിടെ ഉണ്ട്. നമ്മുടെ കുറച്ച് അർജന്റ് ബുക്ക് കമ്പി ആ സംഭവമാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ ബ്ലഡ് ബാങ്ക് സിസ്റ്റംസ്. അതായത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം എക്സിസ്റ്റ് ആയിട്ട് ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ ആ സമയത്ത് നമ്മുടെ ടൈം നല്ല ലാഗാവും. അപ്പോൾ അതേ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ആ ഡാറ്റാബേസിൽ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ബ്ലഡ് കൊടുക്കാൻ പോകും. അപ്പോൾ നോർമലായിട്ട് അവർ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഡാറ്റ അവിടെ വാങ്ങി വെക്കും. അപ്പോൾ ആ ഡാറ്റ നമ്മുടെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഈ ആഡ് ചെയ്താൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ബ്ലഡ് കൊടുത്താൽ എൻ്റെ അവിടെ ഡാറ്റ ഈ ഡാറ്റാബേസിൽ ഹൈഡ്